അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ ഈദ് മുബാറക്. പെരുന്നാളിൻ്റെ തലേ ദിവസം അറഫ ദിവസം ഐഷുമ്മ ഷാമോനോട് പറഞ്ഞു, ഷാമോനെ. ഉമ്മ, അല്ല മോനെ, ഈ ഒരു നൃത്തത്തിന് ഇപ്പം എന്താ ഒരു അർത്ഥം? ഏതായാലും സൗദനെ കണ്ടുപിടിച്ചു. ഓളും നവാസ് ഇഞ്ഞിവിടെ കയ്യട്ടെ, ഓല അസുഖമൊക്കെ ഒന്ന് മാറിയിട്ട് ഓൾ തിരിച്ചു വന്നോളും. ഞമ്മക്ക് രണ്ടാക്കും അങ്ങോട്ട് പെരീക്ക് പോവുക. അതായത് അവിടെ ആ കുട്ടികൾ ഒറ്റക്കാണ്, നവാസിൻ്റെ മക്കളെയും കൊണ്ടുപോകാം. പിന്നെ ആ പെൺകുട്ടികളും അവിടെ രണ്ട് പെൺകുട്ടികളും ഒറ്റക്കാണ്, നുസിയും മിസ്രിയും. ഏതൊക്കെയാവാം. ഷാമോനെ, എന്നാൽ ഞമ്മക്ക് അങ്ങോട്ട് പോയാലോ? ഏതായാലും ഇപ്പോൾ നവാസ് ഓൾ ഒരുമിച്ചേക്കണേ, ഓല് തമ്മിലുള്ള തെറ്റും പടുക്കൊക്കെ മാറിയിരിക്കണം. ഇപ്പം നവാസിൻ്റെ മനസ്സിൽ ഓളുണ്ട്, ഓളെങ്ങനെങ്കിലും നല്ല ബോധത്തിൽ തിരിച്ചു വരണം എന്നൊക്കെ ഉണ്ട്. അത് മതി, ഇനി നന്നായിക്കോളും. മറ്റേതേ, ഇത് അവിടെയും ഇവിടെയുള്ള ജീവിതം എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇടങ്ങാറാണതേ. ഇത് വിളിയില്ല, വർത്താനമില്ല, മുണ്ടലുമില്ല, പറിച്ചതുമില്ല. അങ്ങനെയൊക്കെ ആയാലും എന്തോ ഒരു ഇടങ്ങാറ് എൻ്റെ മനസ്സിൽ ചിട്ടുക്കുക. ഏതായാലും അൽഹംദുലില്ലാ ഈ ഒരു ബലിപെരുന്നാളിൻ്റെ ഈ ഒരു സമയത്ത് ഓല് തമ്മിൽ അങ്ങനെ ഒരുമിച്ചല്ലോ. ഇനിയിപ്പോൾ ഓർമ്മയും കാര്യങ്ങളും അവൾക്ക് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഫസി നിൽക്കുകയാണോ പോരുകയാണോ എന്താ ആവോ, ഞാൻ ഓളോടൊന്ന് പറയട്ടെ. അങ്ങനെ അതാ സൗദിയുടെ റൂമിനടുത്തേക്ക് അതാ ഐഷുമ്മ ചെല്ലുന്നു. മോളെ. ഉമ്മതാ വിളിക്കുന്നു, പോയി നോക്ക്. ഫസീല പെട്ടെന്ന് വാതിൽ തുറന്നു. ഉമ്മ. അല്ല മോളെ, എന്താ കാട്ടണ്? കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോവുക, പെരുന്നാളൊക്കെ അല്ലേ, പിന്നെ അറിവും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണേ. അപ്പം പിന്നെ ഷാമോനൊക്കെ അത്യാവശ്യമായിട്ട് പോവും വേണ്ടിരും. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇപ്പം ഞാൻ പറ്റൂല്ലല്ലോ അല്ലേ ഉമ്മ. നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോളി കേട്ടോ. ഏതായാലും കുട്ടികളൊക്കെ കൊണ്ടുപോയിക്കോളി, വലിയ പെരുന്നാളൊക്കെ അല്ലേ. നല്ല സന്തോഷത്തോടു കൂടി പുത്തൻ വീട് തറവാട് ഒരുങ്ങണ്ടേ. പോയിക്കോളി ഉമ്മ. എന്നാൽ ഈ സമയം അതാ ഫസീല. അല്ല ഫസീല, മോളെന്താ ചെയ്യണത്? ഞാൻ നിർബന്ധിക്കണില്ല എന്നെ, കാരണം മറ്റൊന്നുമല്ല, എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ മനസ്സിക്കൊരു ഇടങ്ങേറ് വരും. പിന്നെ ഇവിടെ നിൽക്കാനും ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഓല് തമ്മിൽ അങ്ങനെ ഒരു ഇതാണെങ്കിൽ, ഇത് നിൽക്കണ ഇടങ്ങാറാണെങ്കിൽ അങ്ങനെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ കുട്ടിയെ എൻ്റെ മട്ടം പോലെ എന്താ വെച്ചാൽ കാട്ട്. എന്നാൽ ഒരു നിമിഷം ഫസീലക്ക് എന്ത് പറയണമെന്നായിപ്പോയി. ഉമ്മ, അത് എന്താ മോളെ, എനിക്കിപ്പോൾ നവാസിനി സൗദിൻ്റെ ഇപ്പം ഇവിടെ നിൽക്കണോ? എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ഇവിടെ ഉണ്ടാണ്, നല്ലതൊക്കെ തന്നെ. പിന്നെ പെരീക്കാണെങ്കിൽ എൻ്റെ അമ്മയും ബാപ്പയും ഒറ്റക്കുള്ളൂ, പിന്നെ കുട്ടികളും അങ്ങനെ കുഞ്ഞുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓൽക്ക് ജില്ലാഞ്ഞൊരു ഇടങ്ങാറും ഇക്കാരം. ഞാൻ പറഞ്ഞേ എല്ലാവരും അങ്ങോട്ട് പുത്തൻ വീട് തറവാട്ടിക്ക് പോരും, ഞമ്മക്ക് ഇന്ന് അവിടെ പെരുന്നാളാണ്ട് കഴിച്ചാൽ ഓരോരുത്തരായിട്ട് വെക്കണ്ട. പിന്നെ സത്താറും പെണ്ണുങ്ങളും കുട്ടികളും ഓലും വന്നോട്ടെ, പിന്നെ സൗദൻ്റെ അമ്മയും ഇപ്പം അഞ്ചത്തിയാളും ഓലും വന്നോട്ടെ, ഉസ്താദും സമീർ ഓലും വന്നോട്ടെ, എല്ലാവരും അവിടെ കണ്ട് ആക്കാം. എന്നാൽ പിന്നെ വേറൊരു വെക്കാനും വിളമ്പാനും നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഓരോരുത്തർ കണ്ട് വെച്ച് വിളമ്പാൻ നല്ല കോഴി ബിരിയാണിയും പോത്ത് വരട്ടിയതും നല്ലൊരു പായസം വെക്കാം. എന്നാൽ ശരിക്കും ഫസീലക്ക് അതെല്ലാം കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കാര്യം മറ്റൊന്നുമല്ല, അതെ, പുത്തൻ വീട് പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്നാൽ എങ്ങനെയെങ്കിലും അതാ നവാസിനോട് ചോദിച്ചു നോക്കാം എന്നും കരുതി. ഇക്ക, ഞാൻ എന്താ വേണ്ടത്? ഞാൻ നിൽക്കണോ അതോ പോകണോ? ഫസീല, എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ ഇവളെ വിട്ടു പോരാൻ എന്നെക്കൊണ്ട് പറ്റും തോന്നുന്നില്ല. എനിക്ക് പറ്റായിട്ടൊന്നല്ല, വേണമെങ്കിൽ പോരൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നിൽക്കണോ അതോ ഞാൻ പോകണോ? എന്താ വേണ്ടത്? എൻ്റെ പൊന്നിക്ക, ഇപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഓളമ്മയും ഓളനിയത്തിയൊക്കെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ആകണ സ്ഥിതിക്ക് എന്തിപ്പോൾ ചെയ്യാനാ? ഇക്ക, നിങ്ങൾ എന്തായാലും ഓളെ വിട്ട് പോകണ്ട. കാരണം നിങ്ങളെ സ്നേഹമായിരിക്കും ഓള് ആഗ്രഹിക്കണത്. സത്യമായിട്ട് ഇക്ക, ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം തന്നെയായിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെ. ഭർത്താവിനോളം ഒരാൾക്കും അവളുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങി ചേരാൻ കഴിഞ്ഞൊന്നും വരില്ല. ശരിയാണ്, ബാപ്പയുണ്ടാവും, ഉമ്മയുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവളുടെ എല്ലാം അറിയുന്നതാണ്. അവളുടെ സുഖങ്ങളും ദുഃഖങ്ങളും അവളുടെ ശരീരത്തിൻ്റെ അവസ്ഥയും എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഭർത്താവിനായിരിക്കും. അതുകൊണ്ട് ഇക്ക, ഞാൻ പോയിക്കോളാം വീട്ടിലേക്ക്. ഏതായാലും മക്കളും ഉമ്മയും ഉപ്പയൊക്കെ അവിടെയല്ലേ, പിന്നെ പൊന്നു മോനെയും കൊണ്ട് പോവില്ലേ. ഇക്ക ഇവിടെ ഇരിക്കേ,
പിന്നെ പെരുന്നാക്കുള്ള ബിരിയാണിയും ഇറച്ചിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കുകയും ചെയ്യാം. എന്തേ? എന്നാൽ ശരിക്കും അതാ ഫസീലയുടെ കണ്ണുകൾ ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ. കാര്യം മറ്റൊന്നുമല്ല, അതെ, നവാസ്ക്ക് ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത് കൊടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. പഠിച്ചോനെ, മനസ്സുണ്ടാവില്ല, ഒരാൾക്കും മനസ്സില്ല. ഒരു പെണ്ണിനും തൻ്റെ ഭർത്താവിന് മറ്റൊരാൾക്ക് പങ്ക് കൊടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അതെൻ്റേത് മാത്രമാണ് എന്നുള്ള ചിന്തയായിരിക്കും ഏതൊരു പെണ്ണിനും. പക്ഷേ ഫസീലയും ഒരു പെണ്ണ് തന്നെയാണ്. അത് ആരൊക്കെ തന്നെ പുറത്ത് ചിരിച്ച് കാണിച്ചാലും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ടാകും. അത് പറയുമ്പോഴും അവളുടെ ഹൃദയം വിതുമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ അനീതി ചെയ്യാൻ പാടില്ല. ഞാനില്ലാത്തത് കൊണ്ടാണ് എൻ്റെ നവാസ്ക്ക് അവളെ കല്യാണം കഴിച്ചത്. അതെനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നത് കൊണ്ടാണ് സൗദ എൻ്റെ ഇക്കയുടെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും പറയാൻ പാടില്ല. കാരണം അവൾ നല്ല രീതിയിൽ ചേർത്ത് പിടിക്കണം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ എൻ്റെ ഇക്ക അങ്ങനെ പോയത് വിവാഹം കഴിക്കാൻ. അല്ലാതെ ഒരിക്കലും എൻ്റെ നവാസ്ക ഒന്നും ചെയ്യൂല. എനിക്കറിയാം, എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും എൻ്റെ നവാസ്ക നോക്കാറില്ല. അത്രക്കും നാണക്കാരനാണ്. ആരോടും അങ്ങനെ പൊതുവെ മിണ്ടാറുമില്ല. പാവം, എന്താ ചെയ്യുക, എൻ്റെ ഹസ്ബൻഡിനെ ഞാനായിട്ട് ചതിച്ച് എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഇറങ്ങിപ്പോയി. ഏതായാലും എനിക്ക് കിട്ടേണ്ടേ കിട്ടി. അതിനിടയിൽ പാവൻ്റെ നവാസ്ക അവളെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരിക്കലും തെറ്റുള്ള കാര്യമല്ല. ഉമ്മയും എളാമയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം പറിച്ച് കൊടുത്താലും എത്ര വേദന ഞാൻ സഹിക്കേണ്ടി വന്നാലും അവൾ എൻ്റെ പാതിയായി മാറി, എൻ്റെ ഇക്കയുടെയും. അതുകൊണ്ട് തന്നെ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അത്യാവശ്യം തന്നെയാണ്. ഫസീലക്ക് നല്ല സങ്കടമുണ്ട്. അതെ, സൗദിയെയും തൻ്റെ നവാസ്കയെയും അവിടെ ഒറ്റക്കെട്ട് പോകുന്നതിൽ. ശരിയാണ്, ഒരു കുഞ്ഞൊക്കെ ഉണ്ട് അവർക്ക്. പറഞ്ഞിട്ടെന്താ, മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. മോളെ ഫസീല, ഉമ്മയുടെ ആ ഒരു വിളി. ആ ഉമ്മ, മോള് പോരുന്നുണ്ടോ അതോ ഇവിടെ നിൽക്കുകയാണ്? വേഗം പറയും മോളെ, ഓരോരുത്തരോരും വിളിക്കുന്നുണ്ട്. എന്താ ഷമ്മാസെ, എന്തായി, എങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഉളുഹിയത്തിന് അറക്കാനുള്ള ഇതിനൊക്കെ എടുക്കാനൊക്കെ അവിടെ ഒരു വാങ്ങി വെച്ചിരിക്കണം. ഇതൊക്കെ ആക്കാനുണ്ട്, കുറേ പണിയുണ്ട് മോള് വേഗം പറയേ. ഉമ്മ, ഞാനും വരാം ഉമ്മാൻ്റെ കൂടെ. ആ, എന്നാൽ അങ്ങോട്ട് പോന്നാളി, അതായിരിക്കും നല്ലത്. പിന്നെ ഓലൊന്ന് വർത്താനം പറഞ്ഞ് റെഡി ആയിക്കോട്ടെ. കുറേയൊക്കെ ഓളെ ഓർമ്മശക്തിയൊക്കെ ഓൻ തന്നെ ഉണ്ടായിക്കോളും. അതെ, ഒന്നുണ്ട്, ഇപ്പം കുറേ ആയില്ലേ. ആ കുട്ടീനെ അങ്ങോട്ട് പള്ളിയിലുള്ളന്ന് അങ്ങോട്ട് ഇടങ്ങാറായാലും തുടങ്ങിയതല്ലേ. ആ കുട്ടീനെ 7 മാസം പള്ളിയിലുള്ള സമയത്ത് അങ്ങോട്ട് ഒരു വേർപിരിഞ്ഞാണ്. ഇപ്പോൾ എത്രയായി? ഒരു കൊല്ലം പോലെ ആയി തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഓല് എന്താ വെച്ചാൽ മട്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. ഏതായാലും കണ്ടു കിട്ടിയല്ലോ, എനിക്ക് ബേജാറ് അതൊന്നും അല്ലേ. ഇനി പഠിച്ചോനെ വല്ല കടുങ്കയും ചെയ്തോ. ഉമ്മ, നമുക്ക് പോകാം. ഫസീലയുടെ മനസ്സിൽ വിഷമമുണ്ട് എങ്കിൽ അവൾ ഒരിക്കൽ കൂടി അതാ നവാസിൻ്റെ അടുത്തേക്ക്. ഇക്ക, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ. എന്നാൽ നവാസ് ഒരു നിമിഷം അതാ ഫസീലയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഫസീല പോവാണോ? അതെ ഇക്ക, പോട്ടെ. പിന്നെ അവൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം കേട്ടോ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ഫസീല ഇറങ്ങുമ്പോൾ നവാസ് അവളുടെ പിന്നാലെ ഇറങ്ങുന്നു. ഉമ്മ, ആ മോനെ പോട്ടെ, പോയി തരാം. ഏതായാലേ അവിടെ എല്ലാവരും വരും പെരുന്നാക്കേ. ഒരുവിധ അയൽവക്കക്കാരൊക്കെ എത്തും. മറ്റേത് സക്കാത്തും പൈസക്കേനോ വരിയായിട്ട് ആൾക്കാരെത്തേണ്ടത്. എന്നാലും ഷാമാന് എല്ലായിടത്തേക്കും കൊടുത്തേക്കുവേനു എല്ലേതും. എന്നാലും ഉണ്ടാവും പൊന്നാരെ, കുറച്ച് കൂടുതൽ വെക്കേണ്ടി വരും. പിന്നെ പുത്തൻ വീട് തറവാട്ടത്തേക്ക് എന്ന് വെച്ചാൽ നല്ലോണം കണ്ടറിഞ്ഞ ആൾക്കാർ വരും. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്മളെ അമുസ്ലിം സഹോദരങ്ങളും എമ്പാടും വരും. കാരണം ഓൾക്കൊക്കെ അവിടെ ഒരു പുടുത്താണ്, പണ്ടേ വന്ന് ശീലമായതല്ലേ. അപ്പോൾ അവിടെ നിന്നൊരു പിടി വറ്റി കിട്ടുകയെന്ന് വെച്ചാൽ ഓൾക്കൊക്കെ ഒരു തൃപ്തിയുള്ള കാര്യമാണ്. ഏതായാലും എൻ്റെ നവാസെ, ഉമ്മാൻ്റെ കുട്ടി നല്ല മട്ടത്തിലോളം നോക്കിട്ടോ. അതൊക്കെ ഇൻഷാ അല്ലാ പഠിച്ചോൻ്റെയൊക്കെ നിന്നുള്ള കൂലി ഇട്ടു. എൻ്റെ കുട്ടി സഹിച്ചീനൊക്കെ കൂലി പഠിച്ചോൻ തരും. നല്ലൊരു ദിവസമാണ് അറഫിൻ്റെ ദിവസം. ഉമ്മാൻ്റെ കുട്ടി ദ്വാരുന്നോളി. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ നോമ്പെടുക്കാൻ നോക്കിക്കോണ്ടി. ഏതായാലും ഉമ്മ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. എന്നാൽ പുത്തൻ വീട് തറവാട്ടിലേക്ക് ഓടി അണിയാൻ അതാ നമ്മുടെ നവാസിന് ആഗ്രഹമുണ്ട്. പക്ഷേ പെരുന്നാളാണ്. തക്ബീറിൻ്റെ ധ്വനികൾ നാടെങ്ങും മുഴങ്ങി കേൾക്കും, പള്ളിയിൽ നിന്ന് കേൾക്കും. ഈ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ അതല്പം വിഷമമുള്ള അവസ്ഥയാണ്. ഒരു പക്ഷേ ഇവളുടെ ബോധമൊന്ന് ശരിയായി കഴിഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു.
പക്ഷേ എനിക്ക് ഇവിടെ നിന്നിട്ടൊരു സുഖവും കിട്ടുന്നില്ലല്ലോ റബ്ബേ. എൻ്റെ ഉമ്മ അതാ പോകുന്നു, എൻ്റെ ഭാര്യ അതാ പോകുന്നു, എൻ്റെ മക്കളതാ പോകുന്നു. നവാസിൻ്റെ മനസ്സ് വല്ലാതെ വിതുമ്പി ഈ ഹോസ്പിറ്റലിലെ ഈ റൂമിൽ സൗദക്ക് കാവലായി നിൽക്കുകയാണ് ഞാൻ. എൻ്റെ വാക്കുകൾ ധിക്കരിച്ചിറങ്ങിയ പെണ്ണാണ് അവള്. പക്ഷേ അവൾക്ക് ഞാൻ കാവലിരിക്കേണ്ട അവസ്ഥയാണ്. എങ്കിലും സാരമില്ല, ഒരാൾക്ക് വേണ്ടിയല്ലേ, അവളുടെ രോഗം മാറുവാൻ വേണ്ടിയല്ലേ, പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. ഉമ്മയും മക്കളും ഫസീലയും പോയി മറിഞ്ഞപ്പോൾ ശരിക്കും അതാ നവാസിൻ്റെ കണ്ണുകളിൽ കണ്ണീർ കണങ്ങൾ ഒഴുകിത്തുടങ്ങി. അതെ, ഒരു നിമിഷം അവൻ ആലോചിച്ചു, റബ്ബേ, ബലിപെരുന്നാൾ, ത്യാഗത്തിൻ്റെയും സ്മരണയുടെയും പെരുന്നാൾ. റബ്ബേ, ഈ ഒരു പെരുന്നാൾ ദിവസം എൻ്റെ ഉമ്മയുടെ കൂടെ, എൻ്റെ ഉമ്മയുടെ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലിരുന്നു കൊണ്ട് ഒരു പിടി ചോറുണ്ണാൻ, എൻ്റെ ഉമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൻ വിചാരിച്ചു. എൻ്റെ പൊന്നു മക്കളുടെ കൂടെ എനിക്കൊന്നിരിക്കാൻ, എൻ്റെ പിഞ്ചു കുഞ്ഞിനെ ഒന്ന് മടിയിലെടുത്തി ലാളിക്കാൻ, ഈദ് മുബാറക്ക് പാടാൻ, തക്ബീർ ചൊല്ലുവാൻ എത്ര ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുന്നില്ല എനിക്ക്. ഇന്നാ ഭാഗ്യം എനിക്കില്ല. അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. അവൻ നേരെ തിരിച്ച് റൂമിലേക്ക്. സൗദ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിക്കോട്ടെ, മെഡിസിൻ്റെ ക്ഷീണമുണ്ടാകും. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ആരാ? ഒരു നിമിഷം നവാസത വാതിൽ തുറക്കുന്നു. എന്നാൽ അവനൊന്ന് ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല. അതെ, ഞാൻ സത്താറിൻ്റെ ഭാര്യയാണ്. അതായത് ബലിപെരുന്നാളൊക്കെ അല്ലേ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ സൗദിയുടെ അടുത്തിരുന്നോളാം. ഇൻഷാ അല്ലാ. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുമ്പോഴേ നിങ്ങൾ മാത്രം ഇവിടെ ഹോസ്പിറ്റലിൽ കഴിയേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ വെച്ചാൽ ഞാൻ ഇവൾക്ക് കൂട്ടിരുന്നോളാം, നിങ്ങൾ പോയിക്കോളും. എന്നാൽ ശരിക്കും അതാ സത്താറിൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ നവാസിൻ്റെ മനസ്സിൽ ഒരു ചിന്താഗതി വന്നു. ഇതിപ്പോൾ എന്താ ഇവരിങ്ങനെ പറയുന്നത്? ഇവരിപ്പോൾ ആരാ സത്യത്തിൽ ശരിക്കും? എന്നാൽ നവാസ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം, അതിനെന്താ. എന്നാൽ പിറകിലായിക്കൊണ്ട് അതാ സത്താറും വരുന്നു. സത്താറിനെ കണ്ടപ്പോൾ ശരിക്കും ജയിൽ മോചിതനായി വരികയാണ് അവൻ. സത്താറിനെ കണ്ടപ്പോൾ ശരിക്കും അവൻ്റെ മനസ്സ് വല്ലാതെ ഒന്ന് പതറി. അതെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ മാപ്പ് പറയാൻ കൂടി വന്നതാണ് നിങ്ങളോട്. മാപ്പോ? എന്നോട്ടോ? എന്തിനെ? അതായത് ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അതായത് പലതും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവരുടെ ഉമ്മയാണ് എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് വരുത്തിയതൊക്കെ. അല്ലാതെ ഞാൻ സൗദയുമായി ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. സൗദയുമായി ഞാൻ അവളെ എൻ്റെ ഒരു പെങ്ങളെ രീതിയിലേ കണ്ടിട്ടുള്ളൂ. ശരിയാണ്, ആദ്യമൊക്കെ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും, അന്ന് അങ്ങനെയൊക്കെ. പക്ഷെ പിന്നീട് ഒരിക്കലും സൗദിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ ആ രീതിയിൽ കണ്ടിട്ടില്ല. പിന്നെ സൗദിയുടെ ഉമ്മയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതും ഒക്കെ. ഒരിക്കൽ പോലും ഞങ്ങൾ തെറ്റായ രീതിയിൽ ഒന്നും നടന്നിട്ടില്ല. വേണമെങ്കിൽ സൗദിയോട് നിങ്ങൾ ചോദിച്ചു നോക്കാം. ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വന്നതാണ്. അതായത് നിങ്ങൾക്ക് അത്രയ്ക്കും വിഷമമുണ്ടാവും സ്വന്തം ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് പറയാനുള്ളതെല്ലാം നിങ്ങളൊന്ന് തുറന്ന് കേൾക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ബലിപെരുന്നാളൊക്കെ അല്ലേ, വീട്ടിലേക്ക് പോയിക്കോളും. എൻ്റെ ഭാര്യ ഇവിടെ കൂട്ടിരുന്നോളും, ഞാൻ പുറത്തൊരു റൂം എടുത്ത് നിന്നോളാം. സൗദക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എൻ്റെ ഭാര്യ അവളെ നോക്കിക്കോളും. പടച്ച റബ്ബ് സത്യം, ഞങ്ങൾ മനസ്സറിഞ്ഞാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ സന്തോഷം ഒരിക്കലും ഇല്ലാതാകരുത്. പിന്നെ ഐഷുമ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ ഒന്നും ഉണ്ടാക്കണ്ട, എല്ലാവരും ഇങ്ങോട്ട് പോരി എന്നുള്ളത്. പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നവാസ് ഉണ്ട്, ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം സന്തോഷിക്കേണ്ട സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഭാര്യ തന്നെ ഈ തീരുമാനം എടുത്തോ, ഞാൻ നോക്കിക്കോളാം അവളെ, ഇക്ക് പുറത്തെങ്ങനെ റൂമെടുത്ത് നിന്നോളൂ എന്നുള്ളത്. അതുകൊണ്ട് ഈ 2 ദിവസം, ഈ പെരുന്നാൾ ദിവസം നോമ്പ് ദിവസവും ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ വീട്ടിലേക്ക്. കാരണം അവിടെ എത്രയോ പോത്തിനെയൊക്കെ അറുക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഓരോ സന്തോഷത്തിൽ ചേരുവാനൊക്കെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ മക്കളും എല്ലാം കൂടി. ശരിക്കും അതാ നവാസ് മനസ്സിൽ വിചാരിച്ചതെല്ലാം സത്താർ ഇങ്ങോട്ട് തുറന്നു പറയുന്നു.
പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയാം. പുണ്യമാക്കപ്പെട്ട ദിവസമാണ്, ബലിപെരുന്നാളാണ്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. എന്നാൽ ആ നിമിഷം നവാസ് പറഞ്ഞു, എന്ത് പ്രശ്നം? എനിക്കൊന്നുമില്ലല്ലോ നിങ്ങളോട്, എനിക്ക് നിങ്ങളത്ര പരിചയമില്ല, എന്താ ഏതാ അറിയില്ല, ഓരോരുത്തരും ഓരോന്ന് പറയുന്നെന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല. പിന്നെ ആണിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഏതൊരു പെണ്ണും അതിനു വേണ്ടി ഒരുങ്ങുമ്പോഴാണല്ലോ. അല്ല, എന്താ ഈ കാര്യങ്ങളൊക്കെ? അതെ, എന്നെ ആകാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ വരെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. പടച്ചോനാണ് സത്യം, ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. സൗദിയുടെ അനിയത്തി ഹസീനയാണ് എന്നെ ഓരോ വലയിൽ വീഴ്ത്തിയത്. ഞാനത് തീരെ വിചാരിച്ചിട്ടുമല്ലായിരുന്നു. എന്താ ചെയ്യുക, ഉമ്മാക്കാണ് ഓരോ വാശി. ഉമ്മാക്ക് അങ്ങനെയൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു, സൗദിയെ നീ വിവാഹം കഴിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സൗദ അന്ന് തന്നെ രക്ഷപ്പെട്ടതാണ്. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റിൽ അവൾ ചെന്ന് ചാടിയിട്ടുമില്ല. അതുകൊണ്ട് എനിക്കെല്ലാം ഒന്ന് തുറന്നു പറയണം നിങ്ങളുടെ മുമ്പിൽ എന്ന് വിചാരിച്ച് ഞാൻ വന്നത്. നിങ്ങൾ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയിക്കോളൂ. എന്തായാലും ഇന്ന് നോമ്പിൻ്റെ ദിവസമല്ലേ കേട്ടോ. നിങ്ങൾ ശരിക്കും അതാ സത്താറിൻ്റെ വാക്കുകൾ കേട്ട നവാസ് ഒന്ന് ഞെട്ടി. അതെ, അവൻ ആ റൂമിൽ കിടന്ന് ആകെ ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു. അതായത് കാര്യം മറ്റൊന്നുമല്ല, സൗദ ഒരിടത്ത് മിണ്ടാതെയും പറയാതെയും അവിടെ കിടക്കുകയാണ്. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അവൾ എന്തൊക്കെയോ ഭയക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ഫസീലുള്ള ഇപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. ഫസീൽ ഓരോന്ന് മിണ്ടിയും പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഫസീല കൂടി പോയതോടുകൂടി ഞാൻ എങ്ങനെ റബ്ബെ ഇവിടെ തള്ളി നീക്കും എന്നുള്ള ചിന്താഗതിയിലായിരുന്നു നിന്നത്. എന്നാൽ അവരുടെ ആ ഒരു ഉപകാരം നിറഞ്ഞ വാക്കുകൾ, പക്ഷേ ഒരു നിമിഷം അവൻ വിചാരിച്ചു, ഇതിപ്പോൾ ഉമ്മാക്ക് പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ എത്ര സമയം വേണേ ഇരുന്നോളൂ. പക്ഷേ പെരുന്നാൾ ദിവസമൊക്കെ നിങ്ങളിവിടെ കെട്ടിട്ട പോലെ നിൽക്കുന്നത് അതൊരിക്കലും ശരിയാണ്, ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ അവരെ കണ്ടപ്പോൾ അവന് നല്ല വിശ്വാസം തോന്നി. കാരണം നല്ല വിശ്വാസം നിറഞ്ഞ ആ ഒരു പെണ്ണിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ പകുതി സമാധാനമായി. പുത്തൻമേട് തറവാട് ഒരുങ്ങിക്കഴിഞ്ഞു. അതാ അവിടേക്കുള്ള അറുക്കുവാനുള്ള മൃഗങ്ങളെയെല്ലാം കൊണ്ടുവന്നു. അവിടെ ഒരു തോട്ടത്തിൽ വെച്ചുകൊണ്ടാണ് അവരെയെല്ലാം അറുക്കുന്നത്. അതുമാത്രമല്ല, എല്ലായിടത്തേക്കുമുള്ള ഇറച്ചി കാര്യങ്ങൾ എല്ലാം എത്തിക്കണം. അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി. പുത്തൻവീട് തറവാട്ടിൽ ഐഷുമ്മയും ഷമ്മാസുമ്മയും എല്ലാവരും എത്തി. എന്നാൽ പ്രത്യേകമായി ഉമ്മ പറഞ്ഞിരുന്നു, മോളെ മിസ്സിരി, പിന്നെ ഇക്കാക്കാനോട് വരാൻ പറയണട്ടോ. മോനെ ഷമ്മാസേ, നീ വിളിക്ക്, അവനെവിടെ പോവാനാ പെരുന്നാക്കൊക്കെ, ഉമ്മയും ബാപ്പയൊന്നും ഇല്ലാത്തതല്ലേ, പിന്നെയുള്ള ഏക പെങ്ങള് ഓള് വിടല്ലേ, ഉമ്മാൻ്റെ കുട്ടിയൊന്ന് വിളിച്ചാണേ. അപ്പോൾ തന്നെ അതാ നമ്മുടെ വാഫി ഉസ്താദിനെ വിളിക്കുന്നു ഷമ്മാസ്. ഹലോ വാഫി ഉസ്താദേ. ഷാമോൻക എന്തൊക്കെയേ? വാഫി ഉസ്താദേ, നിങ്ങൾ വരിട്ടോ, ഇന്ന് പുറപ്പെടും, ഒന്ന് പോരി, ഇനിയിപ്പോൾ നോമ്പും പെരുന്നാൾക്ക് ഇവിടെ അങ്ങോട്ട് ആക്കാം. ഇൻഷാ അല്ലാ, ഓക്കെ, ഞാൻ ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ, അവരെ തൽക്കാലം ഇവിടെ ആക്കിയിട്ട്, എന്നാൽ വേഗം വരി, കാരണം നിങ്ങളെപ്പോലുള്ള ഉസ്താദന്മാരൊക്കെ അല്ലേ നമുക്ക് ആവശ്യം. അങ്ങനെ അത് ഷമ്മാസ് നേരെ ഫൈസി ഉസ്താദിനെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഷാമോനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ, പിന്നെ ഷെമിത്താക്ക് സുഖമില്ല, അങ്ങനൊന്നും പറയല്ലേ മുത്തേ, അതൊക്കെ എങ്ങനെ വേണമെങ്കിലും അവിടെ വന്ന് ഞാൻ കൊണ്ടുവന്ന് അവളെ ഇവിടെ എത്തിച്ചോളാം, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. നല്ല സുഖസുന്ദരമായിട്ട് അവർക്ക് ഇവിടെ കഴിയാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതൊന്നുമല്ല ഷാമോനെ, അല്ലെങ്കിലും ഇപ്പോൾ എന്താ പ്രശ്നം, അതൊക്കെ പടച്ച റബ്ബ് നമുക്ക് തരുന്നതന്നല്ലേ ജീവിതത്തിൽ. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രസവം കഴിഞ്ഞ് കിട്ടിയാൽ മതി, അതേ ഉള്ളൂ. എന്തൊക്കെ തന്നെയായാലും പുത്തൻവീട് തറവാട്ടിൽ അതാ ആഘോഷങ്ങൾ തുടങ്ങി. തലേ ദിവസം തന്നെ എല്ലാവരും എത്തിത്തുടങ്ങി. എന്നാൽ അന്ന് ജമീലത്താത്ത അങ്ങോട്ട് കയറി വരുന്നു. ആയിഷുവോ, എടി ആയിഷുവോ, ആരത് ജമീല, എങ്ങോട്ട് പോരോ മീല? ആയിഷുവോ, 2 ദിവസം ഇവിടെ ഇല്ലേനാ, എൻ്റെ ഒച്ചപ്പാടും കൂറ്റും ബീപ്പൊന്നും കേട്ടിട്ടില്ലല്ലോ. എൻ്റെ പൊന്നാരൻ്റെ ജമീല, ഓരോ തിരക്കും ഇതൊക്കെ ആയിട്ടേ അങ്ങനെ. ഇവിടെ ഇപ്പോൾ 2 പുതിയണ്ണുങ്ങൾ ഉണ്ടല്ലോ അല്ലേ അടുക്കളയിലൊക്കെ. മിസിരിയെയും ലുസീബയെയും കണ്ടപ്പോൾ ജമീല പറഞ്ഞു, ഒന്ന് രണ്ടും എൻ്റെ മക്കൾ തന്നെയാണ്. ഇതിപ്പോൾ ഏതാടി പുതിയ ഒരുത്തിപ്പോൾ ഏതാ? അവൻ്റെ മോളാണ്, നിങ്ങൾ കണ്ടിട്ടില്ല? എൻ്റെ പൊന്നാരൻ്റെ ആയിഷു, എനിക്ക് എത്ര മക്കളാ?
ഞാൻ കാണാത്ത കുറേ മക്കളിങ്ങനെ പുതിയതായി വരുന്നുണ്ടല്ലോ. അല്ലടി, എന്തായി മറ്റോലെ സ്ഥിതി ആവല്ലേ? ഷെറീനാൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളെ ആദ്യത്തോളെ നാസറിൻ്റെ പെണ്ണുങ്ങളെ സ്ഥിതി എന്താന്നാവല്ലേ? അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, റാഹത്ത് തന്നെയാണ്. പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഒലിപ്പം ഇങ്ങോട്ട് എത്തുവയ്ക്കാരം. ഏതായാലും ഐഷുമ്മ, നിങ്ങൾ ഈ തറവാട് ഇവിടെ ഉള്ളിടത്തോളം കാലം ആരും ബുദ്ധിമുട്ടാണ്ടി വരൂല അല്ലേ? എൻ്റെ പൊന്നാര ജമീല, നമ്മളുള്ളവരില്ലാത്തവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ? പഠിച്ചോ നമ്മളെ പരീക്ഷിക്കൂലേ? നമ്മൾ എന്താ ചെയ്യണേ? ഏതായാലും ഓൾക്കൊക്കെ നല്ല ജീവിതം പഠിച്ച റബ്ബ് കൊടുക്കട്ടെ, അതാണിപ്പോൾ. എന്നാൽ ഈ സമയം അതാ റാഹിലയും ഷെറീനയും, എടി പുത്തൻ വീട് തറവാട്ടൊക്കെ പോണ്ടേ? അവിടെ വലിയ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ആ, നാളെ ഞമ്മക്കവിടെ വെക്കും വളമ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോകാം. എന്നാൽ ഷെറീന പറയുന്നു, അല്ലടി എനിക്കിപ്പോൾ പോകാൻ കുറച്ചൊരിതുണ്ട്, എനക്ക് പോകാം. ഇജ്ജ് അവിടെ അതിൻ്റെ ഇടയിൽ കയറി പറ്റിക്കാണ്ട് ഒക്കെ ഓലെ സ്നേഹം കരസ്ഥമാക്കിക്കണേ. എനിക്കാണ് അങ്ങോട്ട് കയറാൻ പറ്റാത്തത്. എൻ്റെ പൊന്നാര താത്ത, ആര് പറഞ്ഞു? ആര് ചെന്നാലും ഐഷുമ്മ സ്വീകരിക്കും, പോരാത്തിനൊരു കൈമടക്ക് തരും ചെയ്യും. പിന്നെ നമ്മൾ വേണ്ടാത്തൊന്നും കാട്ടാതെ നല്ല രീതിയിൽ നിൽക്കണം, എന്നാൽ ശരിയാവും. ഷെറീന, എടി പൊന്ന് കട്ട കാര്യമൊക്കെ ഇജ്ജ് മറന്നോ? അതൊന്നും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഐഷുമൊന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കും ചെയ്യരുത് കേട്ടോ. നല്ല രീതിയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ ഐഷുമ്മ സ്നേഹം വാരി കോരിത്തരും. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്നില്ലേനോ. ഏതായാലും ആര് വന്നാലും അവിടെ സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലടി, നാത്തും സമീറ ഉണ്ടാവുമോ അവിടെ? താത്ത, പൊന്നാര താത്ത, നിങ്ങളറിഞ്ഞില്ലേ? അത് ഓളിപ്പോൾ പ്രസവിക്കാനായി തുടങ്ങിക്കണല്ലോ, ഇരട്ട കുട്ടികളാണ്. ഓ, ഏതായാലും അന്നിടി സത്യം പറഞ്ഞ് നമ്മൾ മച്ചി എന്ന് പറഞ്ഞ് ഓളെ ഒഴിവാക്കിയത്. അപ്പോൾ ഓള് മച്ചിയൊന്നല്ലായിരുന്നു. നമ്മളെ ആങ്ങളൊക്കെ ഇല്ലേ കുഴപ്പം? ആർക്കും അറിയാം. എന്തൊക്കെ തന്നെയായാലും അതാ ഇപ്പോൾ റാഹില അവളുടെ ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്, വൃദ്ധസദനത്തിലേക്ക്. ഉമ്മയുടെ അടുത്ത് പോകും, കണ്ടുവരും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ റാഹില പഴയ പോലെയല്ല, തികച്ചും മാറ്റങ്ങൾ അവളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ ക്ലാസ് തന്നെയാണ്. പക്ഷേ ഷെറീൻ അല്പം അഹങ്കാരി ആയതുകൊണ്ട് അതൊന്നും കേൾക്കുവാനൊന്നും അവൾ കൂട്ടാക്കിയില്ല. എന്നാൽ റാഹിലയുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഉസ്താദ് തന്നെ. ചുരുക്കി പറഞ്ഞാൽ അതാ പുത്തൻ വീട് തറവാട് ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും അവിടേക്ക് എത്തി തുടങ്ങുന്നുണ്ട് തലേ ദിവസം തന്നെ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഐഷുമ്മ പറഞ്ഞ പ്രകാരം കണക്കിന് പോത്ത്, അതുപോലെ അതിന് ഉലുഹിയത്ത് അറുത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ വരുന്നവർക്കെല്ലാം ഭക്ഷണവും ഇഷ്ടം പോലെ കഴിക്കുവാനുള്ള സ്ഥലവും സൗകര്യവും അവിടെ സജ്ജമാക്കിയിരുന്നു. അതുമാത്രമല്ല, ഷാമോനോട് എല്ലാം എന്നും പറയുന്ന പോലെ, പൊന്നു മോനെ, പെരുന്നാൾ ദിവസം വസ്ത്രങ്ങൾ ഉടുക്കാൻ കഴിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. എൻ്റെ പൊന്നു മോനെ, കുറച്ച് ആളുകളെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അതവിടെ തലേ ദിവസം ഒന്ന് എത്തിക്കണം. അതൊക്കെ ഷമ്മാസിനുള്ള ഡ്യൂട്ടിയാണ്. അവനത് ആരെയും ഏൽപ്പിക്കാറില്ല. അതിനുവേണ്ടി ഷമ്മാസ് തന്നെ പോകാറുമുണ്ട്. ടെക്സ്റ്റൈൽസിൽ പോയി അവൻ തന്നെ എല്ലാം സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവൻ്റെ കാറിൽ കയറ്റി ഓരോ വീടുകളിലേക്കും എത്തിക്കും. പെരുന്നാൾ പൈസയും ആ ഒരു ഡ്രസ്സും. പിറ്റേ ദിവസമാണ് എല്ലാവർക്കും ഉലുഹിയത്തിൻ്റെ മാംസവും അതുപോലെ അവിടുന്ന് തന്നെ ഭക്ഷണവും നൽകുന്നത്. സന്തോഷത്തോടു കൂടി എല്ലാവരും പിരിഞ്ഞു പോകും. എല്ലാവർക്കുമുള്ള ഒരു കൈമടക്കും അതിനുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ പുത്തൻ വീട് തറവാട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരുവിധം ആളുകൾക്കൊന്നും പട്ടിണിയില്ല എന്ന് തന്നെ പറയാം. മോനെ, ഷാമോനെ. ആ ഉമ്മ. അല്ല, എൻ്റെ കുട്ടി ഡ്രസ്സൊക്കെ ഉമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് പെൺകുട്ടികളായിട്ടും ആൺകുട്ടികളായിട്ടും. എൻ്റെ പൊന്നുമോനെ ഒരു സുമാറ് കണ്ട് എടുക്കുക. പാവം അങ്ങനെ ഏകദേശം ഒരു കണക്ക് കണ്ട് എടുക്കുക. പിന്നെ കയ്യിൽ കുറച്ച് പൈസയും കൊടുത്താലേ ഓല മട്ടത്തിന് പോയി എടുത്തോട്ടെ. എന്നാൽ അവിടെയുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുള്ള പർദ്ദയും അതുപോലെ തന്നെ മറ്റേ തുണിയും കുപ്പായും അതൊക്കെ ഉമ്മാൻ്റെ കുട്ടി. അത് പിന്നെ വലിപ്പം നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഒരു പോണം തന്നെ അല്ലേ കാരം. ആ ഉമ്മാൻ്റെ കുട്ടി ഒന്നാണ് എടുത്താളി കുറച്ച് നല്ല തന്നെ എടുത്തട്ടാ. നമ്മൾ കൊടുക്കുമ്പോൾ നല്ലേ കൊടുക്കണമല്ലോ. പിന്നെ കുട്ടികൾക്ക് എടുക്കാനുള്ള ഡ്രസ്സിൻ്റെ പൈസ ഇനിയിപ്പോൾ ഏതാ ഒരു പരിയിൽ കണക്കാക്കിയതിനനുസരിച്ച് അതുകൊണ്ട് കയ്യിൽ കൊടുത്താളി. എന്നാൽ പിന്നെ ആരും പുതിയത് ഇടാത്തവരുണ്ടാവില്ല. നമുക്ക് 2 ആഘോഷങ്ങളല്ലേ ആകപ്പാടുള്ളത്, ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും. അപ്പം പിന്നെ ഇത് നമ്മളോട് പഠിച്ചോൻ പറഞ്ഞു, അന്ന് നോമ്പ് പോലെ നോൽക്കൽ ഹറാമാണ്.
കാരണം അന്ന് നമ്മൾ ആഘോഷിക്കണം, സന്തോഷിക്കണം. പെരുന്നാൾ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. പടച്ച റബ്ബ് നൽകിയ 2 ആഘോഷ രാവുകളാണത്. അതിൽ നമ്മൾ നല്ലോണം മതിമറന്ന് സന്തോഷിക്കണം. പാവൻ്റെ നവാസിന് അത് മാത്രം, എൻ്റെ കുട്ടിക്ക് ഓന് മാത്രം വരാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാൽ അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ഉമ്മ കരയണ്ട, എന്തായാലും അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ മോനെ. അതൊക്കെ ശരി തന്നെയാണ്, ഒക്കെ ശരി തന്നെയാണ്. എന്താ ചെയ്യുന്നാൽ അവളെ കണ്ടു കിട്ടില്ല, അതും വലിയ സമാധാനം. എൻ്റെ കുട്ടീനോടൊന്ന് വന്ന് കണ്ട് അതിന് മാറി നിൽക്കാൻ ഒരാൾ അതും ഇല്ല. വല്ലാത്തൊരു ഇടങ്ങാറായി പോയത്. ഉമ്മയും ഓലൊക്കെ പോലീസ് സ്റ്റേഷനിൽ അവിടെയും ഇവിടെയൊക്കെ അല്ലേ. കാരണം ഓലെന്ന് വെച്ചാൽ ഓലെ കാട്ടിക്കൂട്ടും. ദയവായി അവരെ കുറിച്ച് നിന്ന് പറയേണ്ടി നല്ലൊരു ദിവസമായിട്ട്. ആയിക്കോട്ടെ മോനെ. അങ്ങനെ അത് ഷമ്മാസ് ടെക്സ്റ്റൈൽസിലേക്ക് പോയി ഡ്രസ്സുകളും പർദ്ദകളും എല്ലാം എടുത്ത് ഓരോ പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും അത് വലിയൊരു ആശ്വാസമായി. എന്നാൽ ആ കൂട്ടത്തിൽ സൗദയുടെ അനിയത്തിമാർക്കും സൗദയുടെ ഉപ്പാക്കും ഉമ്മാക്കുമുള്ളതും അവൾ എടുത്തു. മറ്റു ടീം അവിടെ സ്റ്റേഷനിലാണല്ലോ, അവരെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക നല്ലത്. എന്നാൽ ഈ സമയം അതാ ലോക്കപ്പിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞിക്കതിയ പറയുന്നു, അതെ സാറേ എന്താ സാറേ, ഞങ്ങളവിടെ പെരുന്നാൾ എന്നൊക്കെ വെച്ചാൽ വലിയതാണ്. അതായത് ഒന്നുമല്ല, ഈ വലിയരുന്നാക്കൊക്കെ നല്ലോ ഇറച്ചി കിട്ടും. ഇറച്ചി എന്ന് വെച്ചാൽ 2, 3, 4 പൊതി ഫ്രിഡ്ജിലൊന്നും കൊള്ളൂല. പണ്ടത്തെ കാലത്താണ് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ടുകാണ്ടേ തിളപ്പിച്ചക്കലേനോ, അതിങ്ങനെ ചെറുതാക്കി മുറിച്ചുകാണ്ടേ പെരുന്നാക്ക് ചുരുക്കി പറഞ്ഞാൽ അന്ന് ഒഴിവുണ്ടാവില്ലേ. ഇപ്പോഴത്തെ കാലത്തെമാതിരി ഫ്രിഡ്ജില്ലേന് പണ്ടത്തെ കാലത്ത്. എന്നിട്ട് ഞാനിത് ഇങ്ങോട്ട് ചെറുതാക്കി മുറിച്ചുകാണ്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഇങ്ങനെ തിളപ്പിച്ച് അവിടെ വെക്കും. എന്നാൽ പിന്നെ ഒരാഴ്ചക്ക് 2 ആഴ്ചക്ക് അത് അവിടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ പൊന്നു സാറേ, നിങ്ങളോട് പറയാൻ ഞങ്ങളെ പെരേക്ക് ഇറച്ചിപ്പൊതി കൊണ്ടുവരും. 3-4 പൊതി ഉണ്ടാവും. പോരാത്ത പുത്തൻ വീട് തറവാട്ടിൽ ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു ഓരി ഞങ്ങൾക്കും കിട്ടും. അത് ഉറപ്പാണ് കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പൊന്നാര സാറേ, ഇറച്ചിപ്പൊതി വാങ്ങിയേക്കാനെങ്കിലും ഇന്നും നിങ്ങൾ വിടുമോ? എന്നാൽ കുഞ്ഞിക്കതിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും നജീബ് സാറ് ഞെട്ടിപ്പോയി. ഈ താത്താക്ക് എന്താ ശരിക്കും ഭ്രാന്തുണ്ടോ? അവർ ചെയ്ത തെറ്റും കാര്യങ്ങളും നോക്കുന്നില്ല, അവരിപ്പോൾ ഇറച്ചിപ്പൊതി വാങ്ങിക്കാൻ പോവാണ്. എന്നാൽ അതാ ഷഹർബാൻ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു. ഇക്ക എന്താടി? അല്ലേ, അവർ പറയുന്നത് ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള രാവൊക്കെയാണല്ലോ. ഏതായാലും തെറ്റുകളൊക്കെ ചെയ്തതാണ്, അവർക്ക് വേണ്ടിയും നമുക്കൊരു ഇളവ് കൊടുക്കാം. കുഞ്ഞിക്കതിയ, നിങ്ങൾക്കെന്ത് ഇളവ് വേണോ? 2 ദിവസത്തിന് പെരുന്നാളും നോമ്പൊക്കെ അല്ലേ? എന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം, അതും ഞങ്ങളുടെ മനസ്സാക്ഷി കൊണ്ട് തരികയാണ്. നിങ്ങൾ എവിടെയും ഒളിവിൽ പോകാനൊന്നും നിൽക്കരുത്, മനസ്സിലായല്ലോ? നല്ല രീതിയിൽ മാന്യമര്യാദയിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ 2 ദിവസത്തിന് ഞാൻ ജാമ്യം തരാം. എന്നിട്ട് നിങ്ങളും ഇങ്ങോട്ട് കയറി വരണം, മനസ്സിലായല്ലോ? ഞാൻ ഒരു ഡേറ്റ് പറയും, ആ ദിവസം ഇങ്ങോട്ട് എത്തണം. ഏതായാലും നിങ്ങളെ ആഗ്രഹം, പെരുന്നാളിൻ്റെ ആഗ്രഹം അങ്ങനെ സന്തോഷത്തോടു കൂടി കഴിയണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ശരിക്കും അതാ നജീബ് സാറിൻ്റെ വാക്കുകൾ കേട്ട്, അതും ഭാര്യ ഷെഹർബാൻ്റെ പണിയാണ് അത്. കാരണം അവർക്കുമുണ്ട് പെരുന്നാൾ, ഏത് പോലീസുകാർക്കും. അവരും വന്ന് ലീവ് എടുക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. തൽക്കാലം അവിടെയുള്ള കോൺസ്റ്റബിൾ ജോസഫിനോടും ബാബുവിനോടും കാര്യങ്ങൾ പറഞ്ഞു. അതെ, ഞങ്ങൾ 2 ദിവസം ഏതായാലും ലീവാണല്ലോ, ഞങ്ങൾ ലീവ് എടുക്കുകയാണ്. അപ്പോൾ ഇവർ പ്രതികൾ ഇവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ജാമ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, അവർ ആ പറഞ്ഞ ഡേറ്റിന് ഇങ്ങോട്ട് എത്തും. അതുകൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ? എന്നാൽ അതെ, ഞങ്ങളെ പെരുന്നാൾ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷമാകട്ടെ. എന്തായാലും വീട്ടിലേക്ക് വരിട്ടോ. അവരെയെല്ലാം ക്ഷണിക്കുന്നു അന്ന് വീട്ടിലേക്ക്. ഉച്ചഭക്ഷണത്തിന് പോകുന്നുണ്ടോ കേട്ടോ. സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. എന്നാൽ കുഞ്ഞിക്കതിയോട് നജീബ് സാറും ഷഹർബാനും പറയുന്നു, ഞങ്ങളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആഘോഷരാവിന് വിട്ടു തന്നത്. അതും നിങ്ങളുടെ ആ ഒരു ചോദ്യം, അത് ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് തട്ടി. കാരണം ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെയൊരു ആഘോഷം. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ ജനങ്ങളും സന്തോഷിക്കണം, അതിനു വേണ്ടിയുള്ളതാണ് ഈ പെരുന്നാൾ. അതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടത്. ഷമ്മാസിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഷമ്മാസ് പറഞ്ഞു, ആയിക്കോട്ടെ, സന്തോഷമേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ. തെറ്റുകളെല്ലാം അവർ ഒഴിവാക്കി നല്ല രീതിയിൽ ജീവിച്ചാൽ അവർക്കും നല്ലതല്ലേ. എന്തിനാണ് വെറുതെ കള്ളത്തിനും വഞ്ചനയൊക്കെ ചെയ്ത് ജീവിക്കുന്നത്? എല്ലാവരും നന്നായി ജീവിക്കണം എന്നതേ ആഗ്രഹമുള്ളൂ, അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല.
ഷമ്മാസ് അപ്പോൾ അതാ ഡ്രസ്സുകൾ കൊണ്ടു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. കൂടെ എല്ലാ വീട്ടിലേക്കുമുള്ള ക്യാഷും. പെരുന്നാളിന് പുതിയ വസ്ത്രം എടുക്കാനില്ലാതെ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്ന ആ ഒരു കാഴ്ച, ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ അവർക്ക് ഡ്രസ്സ് കിട്ടുന്നത്, ക്യാഷ് കിട്ടുന്നത്, അത് വല്ലാത്തൊരു ആശ്വാസമാണ് അവർക്കാകുന്നത്. എല്ലാവരും സന്തോഷിക്കണം, സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഫസീലയ്ക്ക് നല്ല ടെൻഷനുണ്ട്. കാര്യം നാളെ പെരുന്നാളാകുന്ന ഈ ഒരു അവസ്ഥയിൽ നവാസ്കയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു അവൾക്ക്. നവാസ്ക അവിടെയുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് സന്തോഷമില്ല. നവാസ്ക തിരിച്ചു വരില്ലായിരിക്കും പാവം. ഈ ഒരു പെരുന്നാളും അതിലുള്ള ആഘോഷങ്ങളും ഒന്നും കാണാൻ നവാസ്ക ഇല്ലാത്തത് അത് വല്ലാത്തൊരു വിഷമമായി തോന്നി അവൾക്ക്. ആ രാത്രിയിൽ അവൾ അതാ ഒരുപാട് പ്രാർത്ഥിച്ചു പടച്ച റബ്ബിനോട്, റബ്ബേ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെയുണ്ട്, പക്ഷേ നവാസ്കയെ വല്ലാതെ മിസ് ചെയ്യുന്നു. അദ്ദേഹം നാട്ടിലുണ്ടായിട്ടാണ് വല്ലാത്ത വിഷമം. ഗൾഫിലാവുമ്പോൾ അങ്ങനെ തോന്നാറില്ല. പക്ഷേ ആ സൗദിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായാലും അല്പം സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് വല്ലാതെ മിസ് ചെയ്തു നവാസിനെ. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കതിയെയും ഹസീനയും കൂടെ ഓട്ടോ വിളിച്ച് അവരുടെ വീട്ടിലെത്തി. ഹോ, ഇവിടെ എത്തിയപ്പോഴേ ഒരു സമാധാനമായത്. എന്നാൽ ഹസീന പറഞ്ഞു, ഉമ്മ ഇത് താൽക്കാലികം മാത്രമാണ്, 2-3 ദിവസത്തിനകം നമ്മൾ വീണ്ടും സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും, അല്ലാതെ സ്ഥിരമായിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റൂലല്ലോ. ഒരു നിമിഷം കുഞ്ഞിക്കതിയ പറഞ്ഞു, തെറ്റൊന്നും ചെയ്യേണ്ടില്ലായിരുന്നു ഇപ്പോൾ തോന്നുക. ഉമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ പറയാനായിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, തൽക്കാലം അവിടെ പോയി നിൽക്കുക. ഇവിടെ നിൽക്കുമ്പോഴേ പലതും സംശയിക്കും, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് വേറെ പല അന്വേഷണങ്ങളും ഒക്കെ വരും. എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ പോകുക, അല്ലെങ്കിൽ ഇവിടെ വീണ്ടും റൈഡ് നടക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ അകത്തുണ്ടല്ലോ, അതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ പൊളിയുമ്മ. ആ ആയിക്കോട്ടെ, ഏതായാലും എത്തി 2 ദിവസം നമുക്ക് നല്ല പോത്തിറച്ചിയും നല്ല ബിരിയാണിയൊക്കെ തിന്നാലോ. ആ അല്ല, കഴിഞ്ഞൂറിപ്പോൾ ഞാൻ പുത്തൻവീട് തറവാട്ടിക്ക് പോയിനു. അവിടെ തല്ലോ ഇറച്ചിപ്പൊതി ഉണ്ടാവും, അവിടെ 5-6 ഇറക്കുണ്ടാവും, അതിൽ നല്ല ഉണ്ടാവും. ഇവിടേക്ക് 2-3 പൊതിയൊക്കെ കിട്ടീനു. അപ്പോൾ പോയി നോക്കണം, പർദ്ദ ഇജാവിട്ട് പോയാലും ആരും അറിയില്ല. പിന്നെ പോരാത്തിന് പൈസയും കിട്ടും, ഇറച്ചിപ്പൊതിയും കിട്ടും, നല്ലതല്ലേ. 2 ദിവസം നമുക്ക് നല്ല മട്ടത്തിൽ നിൽക്കുക. ഇനി ചിലപ്പം ജയിലിൽ പോയി ഗോതമ്പുണ്ട തിന്നേണ്ട അവസ്ഥയേക്കാരം. ഏതായാലും ശരിക്കും അതാ കുഞ്ഞിക്കതിയ നെടുവീർപ്പിട്ടു. എന്നാൽ അസീന പറഞ്ഞു, അതേ നിങ്ങളെ പിടിക്കപ്പെടാൻ നിൽക്കണ്ട, കുറ്റവാളിയാണെന്ന് പറഞ്ഞ ആകപ്പാടെ വഷളാവും. അവിടെ ഒരു കുട്ടി അങ്ങനത്തെ നോട്ടും കാര്യങ്ങളും ഇല്ല. അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരോ എന്നുള്ള നോട്ടും ഒന്നുമില്ല, എല്ലാവർക്കും ഒരേമാതിരിയാണ് അവിടെ കൊടുക്കൽ. നല്ല ഇറച്ചിയും കിട്ടും, നല്ല പള്ളർച്ചി ബിരിയാണിയും വെച്ചാൽ പോരാത്തിന് നല്ല പൈസയും കിട്ടും. ഞാൻ പോയോക്കെ ഇമ്മ നിങ്ങൾ പെട്ടുകാണ്ട് പിന്നെ ഇവിടെ വന്ന് ആരും എന്നെ ശ്രദ്ധിക്കില്ല. ഇജ്ജ് നോക്കേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഞാൻ പോയില്ലേ അവിടേക്ക്, എന്നിട്ടിപ്പോൾ എന്തിയേ കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഞാൻ പോയി. കഴിഞ്ഞ പ്രാവശ്യം കിറ്റായിനു പൈസയും, ഇക്കുറി പിന്നെ പോത്തിറച്ചി കേൾക്കാനും പൈസ ഉണ്ടാവും. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാകുന്നാവാം. ഏതായാലും പിന്നെ പാവപ്പെട്ടവർക്കൊക്കെ പർദ്ദയും എന്തൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടീനു. അങ്ങനെ ഉണ്ടായാലുണ്ട്. ഇക്കുറിഞ്ഞ് എന്താ മട്ടെന്നാവും. കുഞ്ഞിക്കതിയ വളരെയധികം സന്തോഷത്തിലാണ്. അതായത് പുത്തൻവീട് തറവാട്ടിലേക്ക് നാളെ പെരുന്നാളിന് പോകണമെന്ന് കരുതിയിട്ട്. എടി അസീനഞ്ച് പോരണോ? ഞാൻ ഇല്ല. ആ എന്താ, എനിക്കും പർദ്ദ ഹിജാബിട്ട് പോരാലോ? ഞാൻ ഇല്ല. എന്നാൽ ഞാൻ എനിക്കുള്ള ചോറിന് കൊണ്ടുണ്ട്, എൻ്റെ കുട്ടിയോട് ഒറ്റക്കണെന്ന് പറയണ്ട് ഉണ്ട് ആ. എന്നാൽ ഞമ്മക്കിവിടെ വെക്കും പളുമ്പൊന്നും മാണ്ടേനോ. അങ്ങനെ പെരുന്നാളിൻ്റെ തലേ രാത്രി പുത്തൻവീട് തറവാട്ടിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. എല്ലാവരും എത്തിത്തുടങ്ങി. അറവിനുള്ള മൃഗങ്ങളെയെല്ലാം കൊടുന്നു വെച്ചു. ഏതായാലും നല്ല മട്ടത്തിന് റാഹത്തോടു കൂടി കഴിഞ്ഞുകൂടി കിട്ടിയാൽ മതിയേനു. എന്നാൽ ഐഷുമ്മയുടെ മനസ്സിൽ ഒരു വേദനയുണ്ടായിരുന്നു. പഠിച്ചോനെ, ഈ കണ്ടതൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എൻ്റെ നവാസ് ഓന് മാത്രം ഇപ്പോൾ ഇതിൽ കൂടാൻ പറ്റിയില്ലല്ലോ റബ്ബേ എന്നുള്ളൊരു സങ്കടം ഐഷുമ്മക്കുണ്ടായിരുന്നു. ഷമ്മാസ് അവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ അന്ന് ഫസീലയും മക്കളും അവിടെ തന്നെയായിരുന്നു നിന്നിരുന്നത്. കുഞ്ഞു പറഞ്ഞു, ഉമ്മാനെ ഉപ്പാനെയും കൊണ്ട് ഞാൻ രാവിലെ വരാം, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വരാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഫസീല അന്ന് തൻ്റെ ബെഡ്റൂമിൽ മുകളിലത്തെ റൂമിൽ കിടന്നപ്പോൾ അവൾക്ക് കണ്ണീരായിരുന്നു, കാരണം നവാസ്കയെ ഓർത്തിട്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ഒരു നിമിഷം
ഫസീല ഞെട്ടിപ്പോയി. ആരെ വാതിൽ മുട്ടുന്നത് എന്ന് വിചാരിച്ച് അവൾ ഒരു നിമിഷം വാതിൽ തുറക്കാൻ നിന്നപ്പോഴേക്കും വീണ്ടും മുട്ട് കേട്ടു. ആരായിരിക്കും വാതിലിൽ മുട്ടുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നേരത്തെ രാവിലെ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. സ്റ്റോറിയല്ല, അതായത് അറഫാ ദിനത്തിൽ ഒരാളുടെ കട കത്തി നശിച്ചു. എന്താ ചെയ്യാന്ന് വിചാരിച്ചു നിന്നു. 14 ലക്ഷം നഷ്ടം വന്നു കഴിഞ്ഞ വർഷം. ഭാര്യ പറഞ്ഞു, ഈ ദിവസം നിങ്ങൾ പടച്ച റബ്ബിനോട് ചോദിച്ചാൽ എന്ത് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അത്രയും ലക്ഷം രൂപ വിലമതിക്കുന്ന കട കത്തി നശിച്ചു, അത് തരാൻ കഴിയുമോ പടച്ചോന്ന്. എന്നാൽ ഭാര്യയുടെ നിർബന്ധപ്രകാരം അയാൾ നോമ്പനുഷ്ഠിച്ചു. പെരുന്നാളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി കൊണ്ടാടി. അതിനിടയിൽ ഒരു കോള് വന്നു. കൂട്ടുകാരനാണ് വിളിക്കുന്നത്. എടാ, ഒരു 25 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ബിസിനസ് തുടങ്ങിയാലോ. സത്യം പറഞ്ഞാൽ പടച്ച റബ്ബിനെ നേരിൽ കണ്ട ഒരു സമയം. എന്നാൽ അതിനിടയിൽ മറ്റ് 2 സന്തോഷങ്ങളും. ഉമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അയച്ചിരുന്നു. ക്യാൻസർ ആയിട്ടില്ല. അപ്പോൾ അതിന് റിസൾട്ട് കിട്ടി, നെഗറ്റീവ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു സന്തോഷം കൂടെ. ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രഗ്നൻസി കാർഡ് ഭർത്താവിനെയും കൊണ്ടുവന്ന് കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ അറഫാ ദിനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ സന്തോഷം, സമ്മാനങ്ങൾ ശരിക്കും അല്ലേ, അദ്ദേഹം ശരിക്കൊരു പോസ്റ്റായിട്ട് ഇട്ടതാണ് ഞാൻ കണ്ടത്. വളരെയധികം സന്തോഷം തോന്നി. നമ്മൾ എന്ത് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമാണ്. പടച്ചോ നമ്മളെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.